നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഇൻസ്റ്റഗ്രാമിൽ ചീത്ത വിളിച്ചെന്ന ആരോപണം. തൃശൂർ ദേശമംഗലത്തെ വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനം. ദേശമംഗലം സ്വദേശി 19 വയസ്സുള്ള ജസീമിനെയാണ് ആൾക്കൂട്ടം പിന്തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. മാളയിൽ നടന്നു വന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. 1140 പോയിന്റോടെ SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്രാപിന്നി ഓവറോൾ ജേതാക്കളായി. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. പുലിക്കണ്ണി സ്വദേശി മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലാണ് ആനക്കൂട്ടം എത്തിയത്. വാർത്തകൾ വിശദമായി. ഇൻസ്റ്റഗ്രാമിൽ ചീത്ത വിളിച്ചെന്ന് ആരോപണം. തൃശൂർ ദേശമംഗലത്തെ വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനം. ദേശമംഗലം സ്വദേശി 19 വയസ്സുള്ള ജസീമിനെയാണ് ആൾക്കൂട്ടം പിന്തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ 30-ാം തീയതി ദേശമംഗലം പഞ്ചായത്തിന്റെ സമീപത്തുള്ള റോഡിലൂടെ നടന്നു വരികയായിരുന്നു ജസീം. ഈ സമയം ചവിട്ടുന്നതും റോഡിലേക്ക് വീഴുന്നതും തുടർന്ന് സംഘം ചേർന്ന് മുഖത്തും ശരീരത്തിലും ക്രൂരമായി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മർദ്ദനത്തിൽ തലയ്ക്കും ശരീരത്തിലും പരിക്കേറ്റ ജസീം സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗത്തെക്കുറിച്ചുള്ള ആക്ഷേപമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. മാളയിൽ നടന്നു വന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായാണ് കലോത്സവം നടന്നത്. കലോത്സവത്തിൽ 1140 പോയിന്റോടെ SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്രാപിന്നി ഓവറോൾ ജേതാക്കളായി. മാള ഹോളിക്രിയസ് അക്കാദമി 1002 പോയിന്റോടെ 2ാം സ്ഥാനവും 967 പോയിന്റോടെ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ 3ാം സ്ഥാനവും നേടി. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കേരള സഹോദയ കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ദീപാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. To take up a youth festival and to conduct it in a large scale like this, it is not a simple task. It's a task which needs a total planning, total implementation, and keeping your campus open for others to come in and perform is not so simple. So I think my first appreciation should go to Rajan Davis School for hosting this program here in a wonderful manner. And when I was sitting there, sir was telling me he has arranged for the water supply in every corner when Vinu madam was addressing here, and he said we are not allowing the bottles to be thrown here and there. So there is not only that message of that we are supplying the water. തൃശൂർ സെൻട്രൽ സഹോദയ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഡോക്ടർ ബിനു കെ രാജ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ PN ഗോപകുമാർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ NM ജോർജ്, ട്രഷറർ ഫാദർ PJ വർഗീസ്, ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, പ്രിൻസിപ്പൽ ET ലത എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ സെൻട്രൽ സഹോദയ രൂപവൽക്കരിച്ച ശേഷം നടന്ന 2ാമത്തെ കലോത്സവത്തിലും ഓവറോൾ നേടിയാണ് SN വിദ്യാഭവൻ കിരീടം നിലനിർത്തിയത്. അതിരപ്പിള്ളി ആനക്കയം കുമ്മാട്ടിയിൽ കാട്ടാന റോഡിനു കുറുകെ മരം മറിച്ചിട്ടു. വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ ഇരുവശത്തേക്കുമുള്ള നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങിക്കിടന്നു. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. റോഡിന് സമീപത്ത് നിന്നിരുന്ന മരം കാട്ടാന റോഡിലേക്ക് തള്ളിയിടുകയായിരുന്നു. ഇതോടെ അന്തർ സംസ്ഥാന പാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഷോളയാർ മുക്കുമ്പുഴ സ്റ്റേഷനിലെ വനപാലകർ എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. പുലിക്കണ്ണി സ്വദേശി മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലാണ് ആനക്കൂട്ടം എത്തിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പുഴ കടന്നെത്തിയ 6ഓളം ആനകളാണ് പറമ്പിലിറങ്ങിയത്. കവുങ്ങുകളും തെങ്ങുകളും കുത്തിമറിച്ചിട്ട നിലയിലാണ്. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശനിയാഴ്ച രാത്രിയിലാണ് പിള്ളത്തോട് ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന ആനകൾ ജനവാസ മേഖലയിലെത്തിയത്. കാരിക്കുളം കടവ്, പാലച്ചുവട് പ്രദേശങ്ങളിലും ആനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. DYFI മാള വലിയപറമ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖില കേരള കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. വലിയപറമ്പ് RVGLP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരം KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ് യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള കൈകൊട്ടിക്കളി മത്സരമാണ് ഇവിടെ ആരംഭിച്ചത്. അതിനിടയിലാണ്
നമ്മളിങ്ങനെ ഒരു പൊതുയോഗത്തിന് മുതിരുന്നത്. തീർച്ചയായും നിങ്ങളൊക്കെ അടുത്ത കൈകൊട്ടിക്കളി കാണാൻ വേണ്ടിയിട്ടാണ് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അത് വളരെ വ്യക്തമാകുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തണം എന്നല്ലേ നിങ്ങളുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും മനസ്സിലെ ആഗ്രഹം, അല്ലേ? അതെ. എത്രയും എളുപ്പത്തിൽ വീണ്ടും രണ്ടാമത്തെ കളി കാണാൻ ഞങ്ങൾക്ക് അവസരം തരണം. അതാണ് അടുത്ത ഡിമാൻഡ്. സാധാരണ ഇതിൽ പറയാറുണ്ട്, ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ സുഖമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തിന്ന് സുഖമായിട്ട് പാട്ടും സിനിമയും ഒക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന ചെറുപ്പക്കാരെ കളിയാക്കി സിനിമയിലൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്, നീ എന്താണ് പണിക്ക് പോവാത്തതെന്ന് പറയുമ്പോൾ എനിക്ക് വിയർപ്പിൻ്റെ അസുഖമാണ്, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. സംഘാടക സമിതി ഭാരവാഹികളായ ഡെനിൻ സാഗർ, PS സുനീഷ്, ബിജു ഉർമീസ്, PK രാധാകൃഷ്ണൻ, TR അഖിൽ, MS അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇൻസ്റ്റഗ്രാമിൽ ചീത്ത വിളിച്ചെന്ന ആരോപണം. തൃശൂർ ദേശമംഗലത്തെ വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനം. ദേശമംഗലം സ്വദേശി 19 വയസ്സുള്ള ജസീമിനെയാണ് ആൾക്കൂട്ടം പിന്തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. മാളയിൽ നടന്നുവന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. 1140 പോയിന്റോടെ SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്ര പിന്നി ഓവറോൾ ജേതാക്കളായി. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. പുലിക്കണ്ണി സ്വദേശി മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലാണ് ആനക്കൂട്ടം എത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.